യുഎഇയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരിട്ടുള്ള പഠനരീതി പുനരാരംഭിക്കുന്നു. തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള അധ്യയനം പുനരാരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷിതമായ അധ്യയന അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ വിദ്യാലയങ്ങൾക്കും മന്ത്രാലയം കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾ അവസാനിച്ചതിന് പിന്നാലെയാണ് യുഎഇയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും തുറക്കുന്നത്. രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഏപ്രിൽ 20 തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള അധ്യയനം പുനരാരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നഴ്സറികൾ, കിൻഡർഗാർട്ടനുകൾ, പൊതു സ്വകാര്യ സ്കൂളുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഉത്തരവ് ബാധകമാകും. വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, ടീച്ചിംഗ് സ്റ്റാഫുകളും തിങ്കളാഴ്ച മുതൽ സ്കൂളുകളിൽ നേരിട്ട് പ്രവേശിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങും. എന്നാൽ സ്വകാര്യ സ്കൂളുകൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളിൽ ഹൈബ്രിഡ് റൊട്ടേഷൻ മോഡൽ നടപ്പാക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. പ്രാദേശിക വിദ്യാഭ്യാസ അതോറിറ്റികളുടെ മേൽനോട്ടത്തിലും അംഗീകൃത മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചും ഓരോ സ്ഥാപനത്തിന്റെയും തയ്യാറെടുപ്പ് നില പരിഗണിച്ചായിരിക്കും ഇത് നടപ്പാക്കുക. അതേസമയം ദുബായിലെ ഷാർജ നഴ്സറികൾ നാളെ മുതൽ ഘട്ടഘട്ടമായി പ്രവർത്തനം ആരംഭിക്കും. ഇറാന്റെ ആക്രമണങ്ങൾക്ക് പിന്നാലെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി മാർച്ച് 2 മുതലാണ് യുഎഇയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ പഠനം ഏർപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോഴുള്ള അറിയിപ്പുകൾക്കുമായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ജനം, ദുബായ്.